പെരിങ്ങണ്ടൂർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പേരാണ്. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ മുണ്ടത്തിയോട് പഞ്ചായത്തിലുള്ള പെരിങ്ങണ്ടൂർ എന്ന് പറയുന്ന ഗ്രാമം. അതാണ് ഞങ്ങൾ ജനിച്ചു വളർന്ന ഞങ്ങളുടെ നെയ്ബേഴ്സ് കൂടെയാണ്. ശരിക്ക് ഇതിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ മരിച്ചുപോയി. ഈ പേര് സജസ്റ്റ് ചെയ്താണ് ഉണ്ണിക്കുട്ടനെ ഞങ്ങൾ വിളിച്ചിരുന്ന, ഞങ്ങളുടെ ഒപ്പം തന്നെ ഒരുമിച്ച് പഠിച്ചിരുന്ന, ഇതേപോലെ ഒരുമിച്ച് പഠിച്ച് 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ആക്സിഡന്റിൽ മരിച്ചുപോയി. പുള്ളിക്കാരൻ സ്കൂളിൽ ഒരിക്കൽ പറഞ്ഞ പേരാണ് ഈ പെരിങ്ങണ്ടൂർ സിറ്റി. എവിടെ നിന്ന് വരുന്ന ചോദിച്ചപ്പോ ഞാൻ പെരിങ്ങണ്ടൂർ സിറ്റി എന്നാന്ന് പറഞ്ഞിട്ട് 10ല് എനിക്ക് തോന്നുന്നു, ഞാൻ 10ൽ പഠിക്കുന്നത് 2006, 2007 ഞാൻ ആ പേര് ആദ്യം കേൾക്കുന്നത്. പക്ഷെ അന്ന് തലയിൽ കയറിയ പേര് പിന്നീട് ആ പേര് ഒരു ചാനലിൽ ഇടാൻ 2020 വേണ്ടി വന്നു. 13 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആ പേരിട്ടത്. അതാണ് ഈ പേരിന്റെ പിന്നിലുള്ള കഥ. അതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഉണ്ട് ആ പേരിനോട്, ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള പേര്. അതെ അതെ. എങ്ങനെയാണ് ശരിക്കും ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വന്ന സമയത്ത്, സ്റ്റാർട്ടിങ് സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ്, അല്ലെങ്കിൽ എന്തിനാടാ ഈ പരിപാടിക്ക് പോണേ, അങ്ങനെ ഒരു സംഭവം എല്ലാവർക്കും ഉള്ളതാണ്. അതെങ്ങനെയായിരുന്നു പെരിങ്ങണ്ടൂർ സിറ്റിക്ക് എങ്ങനെയായിരുന്നു? നല്ല പോലെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പൊ നല്ല രീതിയിൽ ബോഡി ഷെയ്മിങ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപമാണ് എനിക്ക്. സ്വാഭാവികമായിട്ടും അത് ഒരു ഇതിൽ വരും. ഞാൻ ആദ്യം കുറച്ച് ഡാൻസ് വീഡിയോസ് ചെയ്തു, അപ്പോൾ അതിന് ഒരു തരത്തിലൊന്നും. പിന്നീട് ഈ ടിക്ടോക്ക് ബാൻ ചെയ്യണൊക്കെ മുമ്പേ ഉള്ള ഒരു 3 മാസ കാലഘട്ടമാണ് സത്യത്തിൽ ഞങ്ങൾ തുടക്കത്തിലേക്ക് വരുന്നത്. ആ ഒരു 3 മാസം കൊണ്ട് കുറച്ച് ആൾക്കാർ അറിയപ്പെട്ടു തുടങ്ങി. പക്ഷെ യൂട്യൂബിലെ സംബന്ധിച്ച് ഇട്ട ആദ്യത്തെ വീഡിയോ തന്നെ ഹിറ്റായിരുന്നു. ഫസ്റ്റ് വീഡിയോ തന്നെ ഭയങ്കര റീച്ചായ വീഡിയോ. പക്ഷെ അത് കഴിഞ്ഞ് നമ്മള് പിന്നീട് കുറച്ചൊന്ന് ഡൗൺ ആയി. പിന്നെ കളിയാക്കലുകൾ വരും. അതിപ്പോ ഏത് മീഡിയയിലും. ഇപ്പൊ ഫഹദ് വാസിലിനെ വരെ കയ്യെത്തും ദൂരത്ത് കണ്ട ഫഹദ് വാസിലാണ് എന്നുള്ള ഫഹദ് വാസിൽ. അയാൾ അന്നത്തെ കാലത്ത് ചിലപ്പോൾ കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആളെ തൃശ്ശൂരുകാരനെ വെച്ചാൽ പ്രത്യേകിച്ച് തീരെ പുറത്തുറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് വരും. പക്ഷെ അത് നമ്മളിങ്ങനെ നമ്മള് ഒഴിവാക്കുക, കുളിമുറി അടച്ചിരുന്ന് കരയുക പറഞ്ഞിട്ട്. അല്ല, ചിലതൊക്കെ എടുക്കട്ടെ, ചിലതൊക്കെ നല്ലതാണെങ്കിൽ നമ്മൾ എടുക്കും. പിന്നെ അത് അതിന് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകും. തൃശ്ശൂർ ഭാഷ നല്ല രീതിയിൽ പെരിങ്ങണ്ടൂർ സിറ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നല്ല, പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ ബാക്കിയുള്ള ജില്ലക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. ആ തൃശ്ശൂർ ഭാഷ തിരഞ്ഞെടുക്കാനും, അല്ലെങ്കിൽ അതിന്റെ എല്ലാ അർത്ഥത്തിലും, അല്ലെങ്കിൽ അതിന്റെ മനോഹാരിത അതേപോലെ നിങ്ങളുടെ വീഡിയോസിൽ വരാറുണ്ട്. അതിന്റെ ഒരു കാര്യം എങ്ങനെയാണ്? വേറെ ഭാഷ അറിയില്ല. അതായത് എങ്ങനെയാണോ അതാണ്. ഞങ്ങള് ജനിച്ചു വളർന്ന നാട്ടില് എല്ലാവരും ഉള്ളതില് ഞങ്ങൾ കുറച്ചും കൂടി മാറ്റങ്ങൾ, അതായത് കറക്റ്റ് തൃശ്ശൂർ ഭാഷയുടെ ആ സ്പീഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂര് തന്നെ ഒരു പകുതി വിട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ നമ്മുടെ തൃശ്ശൂര് നമ്മുടെ പട്ടാളം മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അതാണ് കറക്റ്റ് തൃശ്ശൂർ ഭാഷ. ഇപ്പോ ഈ ചോന്നാനും അരപ്പച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ചിന്തിക്കും 20ന്റെ നോട്ടാണ് ചോന്നാൻ, അരപ്പച്ച എന്നാണ് 50ന്റെ കറൻസിയാണ്. അതിപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോ നമ്മളതിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നതും, പിന്നെ ഈ സ്ലാങ് ആക്ഷൻ എന്ന് പറയുമ്പോ 10-30 കൊല്ലമായിട്ട് ജീവിച്ചു വന്ന ഭാഷയിൽ നമ്മൾ ഭയങ്കര മാറ്റം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സിനിമയിൽ തൃശ്ശൂർക്കാരില്ലാത്ത ഒരു തൃശ്ശൂർ ഭാഷ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു വെറുപ്പ് വരില്ലേ, ആ ഒരു ഫീല് വരും. അപ്പോ നമ്മൾ ഓൾറെഡി ജനിച്ച് വളർന്നു വന്ന ആ ഒരു ഭാഷ അത് അതേപടി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഒന്ന് രണ്ട് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം പെട്ടെന്ന്? നിങ്ങളുടെ ഒരുപാട് വീഡിയോസിലുണ്ട്. പെട്ടെന്ന് തൃശ്ശൂർ പണ്ഡിത്, അതായത് ഇപ്പോ ഭാഷാ പണ്ഡിതൻ, ഒരു മരിച്ചു എന്ന് പറയുന്ന ഒരു വാക്ക്, മരണം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം പര്യായങ്ങൾ വേറെ ഭാഷയിലുണ്ടെന്ന്. ഇപ്പൊ തൃശ്ശൂര് മരിച്ചു എന്ന് പറഞ്ഞാൽ വടിയായി, പടായി, ചാവ് ചെവിരുമ്പ കയറി, വരിന്ന് പോയി, ചുള്ളം ബൂതിയായി, പിന്നെ ഒരു 10-15 വാക്കുകളുണ്ട് അങ്ങനെ. കുഴിയിലായി, പെട്ടി കയറി, എത്ര എണ്ണാന്ന് പറയും. അതായത് അങ്ങനെ ഒരു അതുപോലെ എല്ലാറ്റിനും ഉണ്ട്. ഇപ്പോ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്കിന് മണ്ടമറി, കുൽസിതം, കിൽത്ത്, കള്ളവെടി, ഒളിപ്പോയി, എനിക്ക് തോന്നണു അത് തീരില്ല. അതിൽ എല്ലാ വാക്കിനും ഒരു 10 പര്യായങ്ങളുള്ള ഇത് എവിടെയും മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. ഇത് എവിടെയൊക്കെ ചെമ്മരുമേ പാറൊക്കെ കുറി വെച്ചിട്ടുള്ള പണ്ടം കണ്ടാരോ. ഇത് കേട്ട് വന്നിട്ട് ഇത് അങ്ങനെ വന്ന് ഒരു വാക്കിന് കുറെ വാക്കുകളുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും കിട്ടിയ പ്ലസ്. രാഹുൽ ബ്രോ, നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് പേര്, അല്ലെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യുന്നു, എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ?
ഒരു 4-5 പേരുണ്ട്. ഞങ്ങൾ ടീമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം കുറച്ച് പേര് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായിട്ടുള്ള ആളുകൾ ഉണ്ട്, പിന്നിലായിട്ടുണ്ട്. പിന്നില് ക്യാമറ കൂടുതലും ഇവന്റെ അനിയൻ തന്നെ നോക്കുക, ശ്യാംപ്ര സാർ. അവൻ ഫ്രണ്ടിലേക്ക് വരില്ലേ, ഉണ്ടെങ്കിൽ തന്നെ മുഖം മുത്തിയിട്ട് നിൽക്കുള്ളൂ. അവന് അങ്ങനത്തെ പരിപാടി ഇല്ല. ക്യാമറ ഫുൾ അവൻ ഹാൻഡിൽ ചെയ്യും. പിന്നെ ഞങ്ങളെ കൂടുതൽ കോർഡിനേറ്റ് ചെയ്യുന്നത് ആൽവിനായിരുന്നു. ആൽവിൻ കൂടുതൽ ഞങ്ങളുടെ പെൻവേഷം കിട്ടുന്നത് അവനാണ്. ലേഡി സൂപ്പർ സ്റ്റാർ. അവപ്പോ ജർമ്മനിയിലേക്ക് പോയി. അതിന്റെ ഒരു കോർഡിനേഷന്റെ കുറവ് ഇപ്പൊ നന്നായിട്ടുണ്ട്. അവനാണ് എല്ലാവരും ആ സമയത്ത് എല്ലാവരും വിളിച്ച് സെറ്റ് ചെയ്ത് പരിപാടി. ഞങ്ങളുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുടെ ബമ്പർ അടിച്ച സ്കിറ്റ് എഴുതിയത് ആൽവിനാ. ജർമ്മനിയിലേക്ക് പോയി. പിന്നെ ഉള്ളത് ജെറി. അത് ഞങ്ങളുടെ എല്ലാത്തിലും വീഡിയോസിൽ ഒരുവിധം ഒട്ടുമിക്ക സാന്നിധ്യം ഉണ്ടാവും. പിന്നെ മുന്നേ കുറെ പേരുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്.